ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്പ് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു സോളാർ വാട്ടർ ഹീറ്റർ ആവാം, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ആവട്ടെ, അല്ലെങ്കിൽ ഒരു PCB ഇൻവെർട്ടർ ഇൻവെർട്ടർ AC PCB ബോർഡ്, ഇങ്ങനെയുള്ള 2-3 ബോർഡ് എടുത്തു വെച്ചാൽ ഇനി മറ്റെന്തെങ്കിലും ആവട്ടെ, ഇതൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആളൊക്കെ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും. അവർക്ക് ആ ബോർഡ് SMBS നന്നാക്കുന്ന ആൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, TV നന്നാക്കുന്ന ആൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ല, ഇങ്ങനെ പറയുന്നത്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ കാര്യം എന്നറിയും? ഒരു രഹസ്യമുണ്ട് ഇതിനകത്ത്. ഏതൊരു ടെക്നീഷ്യൻ ആ ജോലിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡ് പഠിക്കുകയാണെങ്കിൽ അതിന് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രശ്നം വരൂ. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ബോർഡും ഒരുപോലെ വരും. 3 ബോർഡും എക്സാമ്പിൾ എടുത്തോളൂ. കപ്പാസിറ്റർ കാണുന്നുണ്ട് അതിനകത്ത്. പല സ്ഥലങ്ങളിൽ കപ്പാസിറ്റർ ഇരിക്കുന്നു. PF ആവാം, ഇലക്ട്രോലൈറ്റിക് ആവാം, അതുപോലെ റെസിസ്റ്റർ ഇരിക്കുന്നു. റെസിസ്റ്റർ അങ്ങനെ എന്തിരുന്നാലും ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ലെറ്റർ എഴുതിക്കൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് വായിച്ച് തന്നെ ആ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി തരാം. കാരണം ഒരു കാര്യം മാത്രമാണ്, കമ്പോണന്റുകൾ ഒരുപോലെ ആയാലും അവയുടെ പ്രവർത്തന രീതി ഒരുപോലെയല്ല. ഒരു PCBയിലെ യഥാർത്ഥ രഹസ്യം അതിലെ പാർട്സ് അല്ല, ആ പാർട്സുകൾ തമ്മിലുള്ള കോർഡിനേഷനാണ്. ഉദാഹരണത്തിന് ഒരു റെസിസ്റ്റർ എവിടെയും റെസിസ്റ്റർ തന്നെയാണ്, പക്ഷേ ഒരു സർക്യൂട്ടിൽ അത് വോൾട്ടേജ് ഡ്രോപ്പ് ചെയ്യാനായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റൊന്നിൽ കറണ്ട് സെൻസിങ് ആയി ഉപയോഗിച്ചിരിക്കാം, മറ്റൊരു ബോർഡിൽ ഫീഡ്ബാക്ക് കൺട്രോളായി ഉപയോഗിച്ചിരിക്കാം. അതുപോലെ ഒരു കപ്പാസിറ്റർ ഒരു സ്ഥലത്ത് ഫിൽറ്റർ, മറ്റൊന്നിൽ ടൈമിംഗ്, മറ്റൊന്നിൽ നോയ്സ് സപ്രഷൻ. അതായത് പാർട്ട് തിരിച്ചറിയുന്നത് മാത്രം ഇലക്ട്രോണിക്സ് അല്ല, ആ പാർട്ട് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്, അതിലൂടെ കറണ്ട് എവിടെ നിന്നാണ് വരുന്നത്, എവിടേക്കാണ് പോകുന്നത്, ആ സെക്ഷൻ എന്തിനാണ് പ്രവർത്തിക്കുന്നത്, ഇവ മനസ്സിലാക്കിയാണ് യഥാർത്ഥ ട്രബിൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഇൻവെർട്ടർ AC ബോർഡ് റിപ്പയർ ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സെൻസിങ് സിസ്റ്റം, പവർ സെക്ഷൻ, PWM കൺട്രോൾ, IPM ഡ്രൈവിംഗ്, കംപ്രസർ, ലോജിക് ഇവയുടെ പ്രവർത്തനം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ക്ലാസ്സിൽ നാം പാർട്സ് പഠിക്കുന്നത് മാത്രമല്ല, ബോർഡ് ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബോർഡുകളും സർവീസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ചില ടെക്നീഷ്യൻസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇപ്പം മൊബൈൽ ഫോൺ റിപ്പയർ ചെയ്യുന്ന കടയിൽ നോക്കിക്കോളൂ. ഇലക്ട്രോണിക്സ് ഒട്ടും പരിചയമില്ലാത്ത പലരും അതിനകത്ത് കയറുന്നു, 1-2 മാസത്തിനകം എക്സ്പെർട്ട് ആവുന്നു. അതുപോലെ മറ്റ് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ അവരൊന്നും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടല്ല പോകുന്നത്. അതിൻ്റെ കാരണം അല്ലാതെയും ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ. അപ്പോൾ ഏതൊരു ബോർഡ് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് അതിൽ എക്സ്പെർട്ട് ആവാം. കഴിയുന്നതും എല്ലാം മാറി എടുക്കാതെ ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ കാലത്ത് ഇനി നല്ല ജോലി സാധ്യതകളാണ് ഇൻവെർട്ടർ ACൻ്റെ ബോർഡുകൾ PCB റിപ്പയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായ ഒരു കോഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ബുക്കും ഉണ്ടാവും, വീഡിയോസ് പ്ലസ് ബുക്ക്. ആ സമയത്ത് ഞാൻ പബ്ലിഷ് ചെയ്യാം. എന്നാൽ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പഠിക്കേണ്ട രീതി ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് പറഞ്ഞുതരാം. സ്വയം പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു പഴയ എവിടെയെങ്കിലും റിപ്പയർ ചെയ്യാതെ ഒഴിവാക്കിയിട്ടിരിക്കുന്ന ഇൻഡോർ യൂണിറ്റിൻ്റെയും ഔട്ട്ഡോർ യൂണിറ്റിൻ്റെയും ഓരോ PCB വാങ്ങി വെക്കുന്നത് നല്ലതാണ് പഠിക്കാൻ. പിന്നീട് 1ാമത്തെ സെക്ഷൻ കഴിഞ്ഞാൽ 2ാമത്തെ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ അത് വേണ്ടി വരും. എന്താണ് ഈ സെക്ഷൻ? ഇൻവെർട്ടർ AC ആണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ പ്രവർത്തന രീതി, അതിനെത്ര ഭാഗങ്ങളുണ്ട്, ഇത് മുഴുവൻ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഈ ബോർഡ് കാണാൻ. ആദ്യമേ ചെന്ന് PCBയിൽ കപ്പാസിറ്ററും റെസിസ്റ്ററും കഴിക്കരുത്. അപ്പോൾ അത് കുറച്ച് കമ്പോണൻസ് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ സെക്ഷൻ വൈസ് നിങ്ങൾ SMBS ആവട്ടെ എന്തും ഈ സെക്ഷൻ വൈസ് പഠിച്ച് ചെയ്യുമ്പോഴാണ് റിപ്പയറിങ്ങിൽ നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ കഴിയുന്നത്. അപ്പോൾ ജനറൽ ഐഡിയ അത് നോക്കിയല്ല പഠിക്കേണ്ടത്, അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരണം നിങ്ങൾക്ക്. പൊതുവേ അങ്ങനെ ആരും പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ ഫീൽഡിൽ കുറവാണ്. കാരണം അവരൊരു തൊഴിൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത് മറ്റൊരാൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ല. ഏതെങ്കിലും AC ടെക്നീഷ്യൻ്റെ കൂടെ പോവുക, ആ റിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് ഇരുന്ന് പഠിക്കുക. അങ്ങനെയാണ് കുറച്ചുകൂടി വളരെ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അവിടെ പോകുന്നതിന് മുമ്പും അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്നതിന് മുമ്പും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ വിജയിക്കാൻ കഴിയും. സെക്ഷനിൽ പറഞ്ഞു വന്നത് പ്രവർത്തന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെർട്ടർ ACയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ACയും ഇൻവെർട്ടർ ACയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് പറഞ്ഞു തരുന്നത്. സാധാരണ AC നമ്മൾ നിശ്ചയിച്ച ഒരു ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്രസർ ഓഫ് ആവുന്നു, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ ഓൺ ആവുന്നു.
അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഓൺ ഓഫ് എത്ര തവണ വരുന്നോ അത്രത്തോളം കറണ്ട് ചിലവ് വളരെ കൂടുതലായിരിക്കും. മറിച്ച് ഇൻവെർട്ടർ എ സിയിൽ ഈ ഓഫ് ആൻഡ് ഓൺ എന്നുള്ള പ്രിൻസിപ്പിൾ ഇല്ല, അത്യാവശ്യ ഘട്ടത്തിലേ ഉള്ളൂ. സ്ലോ ആൻഡ് ഫാസ്റ്റ്. സ്ലോ എന്ന് പറയുമ്പോൾ വളരെ സ്ലോയിലേക്ക് വരും. സ്പീഡ് RPM കുറയുമ്പം അത് വർക്ക് ചെയ്യാത്തതിന് തുല്യമാണ്. അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ആ ഒരു ഭീകരമായ കറണ്ട് ഇങ്ങനെ എടുക്കുന്നൊരവസ്ഥയില്ല. അപ്പോൾ ഒരു ദിവസം ഒരു 100-200 പ്രാവശ്യം ഓൺ ഓഫ് വരുവാണെങ്കിൽ അത്രയധികം കറണ്ട് വേസ്റ്റ് ആവും. ഇതിനെ സംബന്ധിച്ച് അതില്ല. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെങ്കിലും യൂണിറ്റ് ആണെങ്കിൽ ഫ്രിഡ്ജ് ഇത് ചെയ്യുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട വിഷയം, നിങ്ങൾ അതിൻ്റെ കംപ്രസറിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ചോ അതിന് കൂളിംഗ് എങ്ങനെ പ്രവർത്തിക്കുന്നോ അതൊക്കെ റെഫ്രിജറേഷനിൽ പെട്ടതാണ്. അത് ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഒരു PCB റിപ്പയർ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അത് മാത്രം റിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. കംപ്രസർ ഓൺ ആവണം, അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം. അത് ടെസ്റ്റ് ചെയ്യുക. ലോഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ട്യൂബ് ജസ്റ്റ് വിരലുകൊണ്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ലോഡാവും. ഇവിടെ അപ്പോഴും ഓഫ് ആവുന്നില്ലെങ്കിൽ അത് ഓക്കെ ആണെന്ന്. അപ്പോൾ ഇലക്ട്രോണിക്സിൽ മാത്രം ശ്രദ്ധിക്കുക, എങ്കിലാണ് പെട്ടെന്ന് ശരിയാവുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് വോൾട്ടേജ് ചെക്കിങ് ആൻഡ് കറണ്ട് ചെക്കിങ് ഇത് മാത്രമേ നമ്മൾ മൾട്ടിമീറ്റർ കൊണ്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കുറേ ഭാഗങ്ങളിൽ വോൾട്ടേജ് ടെസ്റ്റിംഗ് പോയിന്റ്സ് മനസ്സിലാക്കി അവിടെയൊക്കെ ഇത്ര വോൾട്ടേജ് വരുന്നുണ്ടെന്ന് അളന്ന് നോക്കി കറക്റ്റ് ആണെങ്കിൽ അതായിരിക്കും. വോൾട്ടേജ് ഇല്ലാത്ത ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത് PCB ബോക്സ് വെച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ ഭാഗങ്ങളിലൊക്കെ വോൾട്ടേജ് വരുന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ പ്രശ്നം അടുത്ത സെക്ഷനിലേക്ക് പോയാൽ മതി. ഇങ്ങനെ വോൾട്ടേജ് വെച്ചിട്ടും അല്ലെങ്കിൽ കറണ്ട് വെച്ചും കണ്ടുപിടിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും, ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡീകോഡ് ചെയ്യട്ടെ. നിങ്ങൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതിന് ഓരോ കമ്പനിയും അതിൻ്റെ വ്യത്യസ്ത ഭാഷകളായിരിക്കും യൂസ് ചെയ്യുക. ചിലർ ലെറ്റേഴ്സ് ആയിരിക്കും, ഇംഗ്ലീഷ് ABC എന്ന ലെറ്റർ ആയിരിക്കും അയക്കുന്നത്. മറുപടി ചിലപ്പം നമ്പർ 1 2 3 അതൊന്നും നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇൻവെർട്ടറീസിൻ്റെ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞുതരാം. എന്താണ് കമ്മ്യൂണിക്കേഷൻ? ഇൻഡോർ യൂണിറ്റ് അകത്ത് ഫിറ്റ് ചെയ്യുന്നു, ഔട്ട്ഡോർ യൂണിറ്റ് പുറത്ത് ഫിറ്റ് ചെയ്യുന്നു. ഇതിനകത്തുള്ള മെയിൻ PCB ഇൻഡോർ യൂണിറ്റിനകത്തുള്ളതിൽ എന്തൊക്കെ കൊടുത്ത് കാണും? ഡിസ്പ്ലേ ബോർഡ് കാണും, റിമോട്ടിൻ്റെ സെൻസിങ് കൊടുത്ത് കാണും, പിന്നെ അതുപോലെ ഫാൻ മോട്ടേഴ്സ് വരും, സെൻസേഴ്സും കാണും. 2, 3, 4 ടൈപ്പ് പല കമ്പനികളും മാറി മാറി വരും, സെൻസേഴ്സ് വരും. ഒന്ന് ഇൻലെറ്റ്, അകത്തേക്ക് കാറ്റ് വലിച്ചെടുക്കുമ്പോൾ അവിടുത്തെ മെയിൻ സെൻസർ വരുന്നു. ആ സെൻസർ റൂമിലെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എത്രയാണ് നോക്കി തിരിച്ചറിയുന്നു. അത് കമാൻഡ് ബോർഡിന് കൊടുക്കുന്നു. ഈ മദർ ബോർഡിലോട്ട് പോകുന്നു. മദർ ബോർഡ് എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് കംപ്രസർ ഓൺ ആവണമെങ്കിൽ കംപ്രസറിലേക്കുള്ള ഡാറ്റ ഇവിടെ സെൻഡ് ചെയ്യുന്നു. അതെങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്? നമ്മൾ AC കൊടുക്കുന്ന ലൈൻ പുറത്തെ യൂണിറ്റിനും AC കൊടുക്കുന്നുണ്ട്, അകത്തും കൊടുക്കുന്നുണ്ട്. ഫേസും ന്യൂട്രും കാണും. അതുകൂടാതെ സിഗ്നൽ എന്ന് പറഞ്ഞൊരു വയറും കൂടി. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ 230 വോൾട്ട് AC-യിലാണ് ആ ലൈൻ കിടക്കുന്നത്. അതിനകത്തൂടി പോകണമെങ്കിൽ അങ്ങോട്ട് പോകണമെങ്കിൽ ഇതാണെങ്കിൽ 5 വോൾട്ട് അല്ലെങ്കിൽ 3.2 വോൾട്ടിലൊക്കെ ആയിരിക്കും മൈക്രോ കൺട്രോളേഴ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഐസോലേറ്റ് ചെയ്യാൻ അവിടെ എന്തുപയോഗിച്ചിരിക്കും? തീർച്ചയായിട്ടും ഒപ്റ്റോ കപ്ലേഴ്സ് യൂസ് ചെയ്തിരിക്കും. അപ്പോൾ ഒപ്റ്റോ കപ്ലറിൻ്റെ അടുത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്ററൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. പെട്ടെന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കുക. ഇനി അതല്ല, ഈ സിഗ്നലൊക്കെ പാസ് ചെയ്യുന്നതും കമ്മ്യൂണിക്കേഷനും ശരിക്കും കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും DSO വേണം. മീൻസ് ഡിജിറ്റൽ സ്റ്റോറേജ് ഓസിലോസ്കോപ്പ്. ചെറിയൊരു ഓസിലോസ്കോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റൂ. അതൊന്നും മൾട്ടിമീറ്റർ കൊണ്ട് കാണാൻ പറ്റില്ല. അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PWM വർക്ക് ചെയ്യുന്നുണ്ടോ ഇത് മുഴുവൻ കാണാൻ കഴിയും. അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ പറഞ്ഞു വന്നത് ഇപ്പോൾ ഡാറ്റ. അപ്പോൾ ഉടൻ എന്ത് ചെയ്യുന്നു? യൂസർ ആദ്യം ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നു. 25 ഡിഗ്രി ആണെങ്കിൽ 25 ഡിഗ്രി റിമോട്ടിൽ സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡാറ്റ ബൈനറി അവിടെ സേവ് ചെയ്ത് വെച്ചു, റാമിൽ അത് സേവ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടുന്ന് വരുന്നത് സെൻസ് ചെയ്തു. ഓൺ ആവുന്ന സമയത്ത് സെൻസ് ചെയ്തപ്പോൾ റൂം ടെമ്പറേച്ചറും കിട്ടി. അപ്പോൾ ഈ 2 ടെമ്പറേച്ചറും തുല്യമാക്കുക. ഇവിടെ 36 കിടക്കുന്നത്. കറണ്ട് ടെമ്പറേച്ചർ എന്ന് പറയും 36 ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ട് 25 ആണെങ്കിൽ ഇതിനെ കുറച്ച് കൊണ്ടുവന്ന് 25-ലെത്തിയിട്ട് ഈക്വൽ ആകുന്ന സമയത്ത് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ സ്ലോ ആക്കുക. അതെന്ത് ചെയ്യും? അപ്പോൾ കൺട്രോളറിന് മനസ്സിലായി പുള്ളി അവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ പുള്ളിക്ക് ആവശ്യപ്പെട്ട ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉടൻ തന്നെ കംപ്രസർ ഓൺ ചെയ്താൽ മാത്രമേ ഇനി തണുക്കൂ എന്നുള്ളത് മനസ്സിലാവും. ഉടൻ തന്നെ അങ്ങോട്ട് കംപ്രസർ ഓൺ ചെയ്യാനുള്ള കമാൻഡ് കൊടുക്കും, ഫാസ്റ്റ് മാക്സിമം സ്പീഡിൽ. ആ കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഔട്ട്ഡോർ യൂണിറ്റിലെ ബോർഡ് PCB എന്ത് ചെയ്യുന്നു? ഔട്ട്ഡോർ യൂണിറ്റും ഇതുപോലൊരു PCB കാണും. ആ PCB ആണ് റിസീവ് ചെയ്യുന്നത്. ഓൺ ചെയ്യാൻ കമാൻഡ് കിട്ടി. എത്ര ഡിഗ്രി എന്നുള്ള അവിടെ നോക്കേണ്ട കാര്യമില്ല. പുള്ളി സ്ലോ ആക്കണമെങ്കിൽ അടുത്ത കമാൻഡ് കൊടുത്തോളും. ഇതേതാണ്ട് ഓരോ മിനിറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡിലോ ഇങ്ങനെ ആവശ്യത്തിനനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കംപ്രസർ ഓൺ ആവുന്നു, ഇവിടെ തണുക്കാൻ തുടങ്ങുന്നു.
തണുക്കാൻ തുടങ്ങി കഴിയുന്ന സമയത്ത് എന്താ ടെമ്പറേച്ചർ കുറഞ്ഞ് വരും. അപ്പം ഓരോ ഡിഗ്രി എത്തുമ്പോഴും ഓരോ കമാൻഡ് ഇപ്പോൾ 36 35 അല്ലെങ്കിൽ 33 30 അങ്ങനെ 25 വരെ കമാൻഡ് അത് വർക്ക് ചെയ്യും. അങ്ങനെ 25 ഈക്വലായി എന്ന് രണ്ട് സെൻസറിൻ്റെയും ഡാറ്റ കിട്ടുമ്പോൾ ഇൻഡോർ യൂണിറ്റിലെ മൈക്രോ കൺട്രോളറിന് മനസ്സിലാകുമ്പോൾ ഉടൻ തന്നെ സ്ലോ കമാൻഡ് കൊടുക്കും. മതി, ഇവിടെ ആവശ്യത്തിനായി കഴിഞ്ഞു, ഇനി സ്ലോ ആയിക്കോളൂ, ഓഫ് അല്ല സ്ലോ. ആ കമാൻഡ് കിട്ടിയ ഉടൻ തന്നെ അവിടുത്തെ യൂണിറ്റ് എന്ത് ചെയ്തു, കംപ്രസറിനെ സ്ലോ ആക്കി. ഇനി കംപ്രസറിനെ നേരിട്ട് കൺട്രോളല്ല ആക്കുന്നത്. കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ അതെങ്ങനെയാണ് 3 ഫേസിലാണ് വർക്ക് ചെയ്യുന്നത്. 3 ഫേസിലാവുമ്പോഴേ നമുക്ക് ഇതുപോലെ പെട്ടെന്നുള്ള സ്ലോ ആൻഡ് ഫാസ്റ്റ് ഒക്കെ ചെയ്യാൻ ഈസി ആവും. PWM ഉപയോഗിച്ചുകൊണ്ട് PWM ജനറേറ്റ് ചെയ്യുന്നത് കുറച്ചു. ഇനി അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് വരും, കൺട്രോളിൻ്റെ ഔട്ട്പുട്ടിൽ ഡ്രൈവർ സ്റ്റേജ്, കംപ്രസർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ IPM എന്ന് പറയും. IPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫേസിനെ 3 ഫേസ് ആക്കി മാറ്റുക. ഒന്ന് ആദ്യമേ SMPS AC DC ആക്കി മാറ്റുന്നു. DC 300 വോൾട്ട്, ഏതാണ്ട് 350-400 വോൾട്ട് കപ്പാസിറ്ററിൽ വരുന്നു. ആ വോൾട്ടേജ് ഉപയോഗിച്ചാണ് IPM വർക്ക് ചെയ്യുന്നത്. IPM വീണ്ടും അതിനെ 3 ഫേസ് AC ആക്കി കൺവേർട്ട് ചെയ്ത് കംപ്രസറിലേക്ക് വിടുന്നു. അപ്പോൾ ഗേറ്റുകൾ വരാം, മോസ്ഫെറ്റ് വരാം, ഇതൊക്കെ ആ ഭാഗങ്ങൾ സർവീസ് ചെയ്യാം. പിന്നെ പവർ PFC, പവർ ഫാക്ടർ കൺട്രോൾ വരും. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് ഒക്കെ ഒന്ന് സ്റ്റെബിലൈസ് ആക്കണം, എങ്കിൽ മാത്രമേ ഇത് ലോഡ് എടുക്കൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു സെക്ഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെ സെക്ഷനുകൾ വന്നു. അപ്പോൾ ഇൻഡോർ യൂണിറ്റ് എന്തൊക്കെ സെക്ഷൻ വരും, ഡിസ്പ്ലേൻ്റെ സെക്ഷൻ വരും, ഫാൻ മോട്ടർ വരും, സ്വിംഗ് മോട്ടർ ഉണ്ടെങ്കിൽ അതും വരും. എത്രയും യൂണിറ്റ് ഇവിടെ വരും. ഔട്ട്ഡോറിലാണെങ്കിൽ കംപ്രസർ വർക്ക് ചെയ്യണം, അതിൻ്റെ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യണം, അവിടെയും നിരവധി സെൻസറുകൾ കാണും. അപ്പോൾ ഈ ഓരോ സെൻസറുകളും എവിടെ ഇരിക്കുന്നു, അതിൻ്റെ ഡ്യൂട്ടി എന്താണ്, ഇത് മുഴുവൻ മനസ്സിലാക്കി അത് മൈക്രോ കൺട്രോളിലേക്ക് വരുന്നു. അത് പുറത്ത് ഔട്ട്ഡോർ യൂണിറ്റിലേക്ക് അയക്കുന്നു, തിരിച്ച് ഇൻഡോർ യൂണിറ്റിലേക്ക് വരുന്നു. ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ. ഈ കാര്യം വിശദമായി ഒന്നും മിസ്സാവാതെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾക്ക് കൃത്യമായി വിവരിക്കാൻ സാധിച്ചാൽ നിങ്ങൾ ഏതാണ്ട് 90% സർവീസിങ് പഠിച്ചു. ഇനി നിങ്ങൾ ബോർഡിലേക്കാണ് പോകേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ എവിടെയാണ്, അവിടെ വോൾട്ടേജ് എത്ര വരുന്നുണ്ട് മെഷർ ചെയ്യുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ സെക്ഷൻ മുഴുവൻ റെഡിയായി കഴിഞ്ഞു, എവിടെ നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്ഷനും ഒക്കെയാണ് ഉടൻ രണ്ടാമത്തേലേക്ക് പോവുക, രണ്ടൊക്കെയാണ് 3ലേക്ക് പോവുക. ആ ഭാഗത്ത് വ്യത്യസ്തമായ വോൾട്ടേജിൽ വരുന്ന വ്യതിയാനങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഒരു എന്താണെങ്കിലും ഇപ്പോൾ SB കാര്യമല്ല, മറ്റ് ബോർഡുകളാണെങ്കിലും ഇപ്പം ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും അതിൽ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്. ഞാൻ ആദ്യമേ പറഞ്ഞ ലോജിക്കാണ് മാറുന്നത്. കമ്പോണൻസ് ഒക്കെ സെയിം ആണ്, കപ്പാസിറ്റർ ആവും, റെസിസ്റ്റർ ആവും, ഓരോന്നിൻ്റെ ഡ്യൂട്ടി മാറിക്കൊണ്ടിരിക്കും. ആ ഡ്യൂട്ടി എന്താണെന്ന് പഠിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് പെട്ടെന്ന് സർവീസ് ചെയ്യാൻ കഴിയൂ. അല്ലാത്ത ആൾക്കാർ നേരിട്ട് വരുമ്പോൾ തപ്പിത്തടഞ്ഞ് കാണുന്ന എന്തെങ്കിലുമൊക്കെ പാർട്സ് അടിക്കുന്നു, എവിടെ അടിച്ച് നോക്കുന്നു, വിഷ്വലി കാണുന്നത് മാത്രം ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. ഒരു മോസ്ഫെറ്റ് പൊട്ടിയത് കാണാം, കപ്പാസിറ്റർ ബൾജ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ റെസിസ്റ്റർ കരിഞ്ഞു പോയത് കാണാം. ഇങ്ങനെയൊക്കെ പഠിച്ചുകൊണ്ട് അതൊരു ഫുൾ സർവീസിങ് അല്ല. മാത്രമല്ല ഇങ്ങനെ ആൾക്കാർ അത് ചെയ്യുന്ന സമയത്ത് ആ നിലവിലുള്ള ബോർഡിനെ കൂടുതൽ അത് കേടുവരുത്തുക എന്നുള്ള സ്റ്റേജിലേക്കാണ് പോവുക. പിന്നെ മറ്റൊരാൾക്കും കൂടി നന്നാക്കാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ ചെറിയ ഒരു ഹാഫ് ലെവലിലേക്ക് പോയെന്ന് പറയാം. നിങ്ങൾ എന്ത് ബോർഡ് പഠിക്കുകയാണെങ്കിലും ഇതുപോലെ അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം വേണം അതിലേക്ക് ഇറങ്ങാൻ. എന്തായാലും ഈ ഇൻവെർട്ടർ AC റിപ്പയറിങ്ങിനെ കുറിച്ച് വളരെ വിശദമായി അതിൻ്റെ ഓഡിയോ ഒരു ക്ലാസ് ഫോമിൽ തന്നെ ഞാൻ വീഡിയോസും ആ ബുക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇമ്മീഡിയറ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അറിയിക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സഹകരിക്കുക. എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.